എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം, ഈ ദിവസത്തെ മുഴുവൻ പ്രകാശപൂർണ്ണമാക്കാൻ വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല ദിവസം തുടങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് രാവിലെ തുടങ്ങാം. വാർത്തകളിൽ നോക്കിയാൽ നിയമസഭാ സമ്മേളനം തുടരുന്നുണ്ട്, പാർലമെൻറ്റിൻ്റെ സമ്മേളനം തുടരുന്നുണ്ട്. അവിടെയൊക്കെ വലിയ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന വിഷയങ്ങളുണ്ട്. കേരളത്തിൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തികയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് രാവും പകലുമില്ലാതെ വെയിലും മഴയും ഒക്കെ കൊണ്ട് ആശാ പ്രവർത്തകർ അവിടെ സമരത്തിലാവുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെയും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി വരാം. ആദ്യം നാട്ടിലെന്തുണ്ട്. രഞ്ജി ട്രോഫിയുടെ ഫൈനൽ വരെ എത്തിയതിൽ നമ്മൾ വലിയ സന്തോഷത്തിലാണ്. വിജയിക്കാനായില്ലെങ്കിലും അല്ലെങ്കിൽ കിരീടം നേടാനായില്ലെങ്കിലും ആ ഫൈനൽ പോലും നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം കൊടുത്തു. തളങ്കര ക്രിക്കറ്റ് ക്ലബ് TCCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അസറുദ്ദീന് സ്വീകരണം ഒരുക്കിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ചരിത്രം മാറ്റി എഴുതിയപ്പോൾ കാസർഗോഡിനും അഭിമാനിക്കാൻ വകയുണ്ട്. സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസറുദ്ദീനാണ് നാടിന്റെ അഭിമാന താരമായത്. മത്സരത്തിന് ശേഷം നാട്ടിലെത്തിയ താരത്തിന് ഗംഭീര വരവേൽപ്പാണ് നാട്ടുകാർ ഒരുക്കിയത്. കേരളത്തിന്റെ അഭിമാനത്തിൽ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ആഭ്യന്തര ക്രിക്കറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമെന്നും അസറുദ്ദീൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള ഒരു സീസണായിരുന്നു. നമുക്ക് വൈറ്റ് ബോർഡിൽ മുസ്താഖ് അലി ആണെങ്കിലും വിജയ് ഹസാരെ ആണെങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായും രഞ്ജി ട്രോഫിയിൽ നമ്മുടെ എക്സിക്യൂഷൻ എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഫൈനൽ കപ്പടിച്ചിട്ടില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് നമ്മുടെ 10 മാച്ച് നമ്മൾ തോക്കാണ്ട് ഒരു ടൂർണമെൻറ്റ് കളിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് ടീമിലെ 2 ടീം ആവാൻ പറ്റിയതിലും ഫൈനലിൽ തോക്കാൻ പറ്റാത്തതും തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരള ക്രിക്കറ്റും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിവിധ അക്കാദമികളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. പുതിയ കായിക താരങ്ങളും ക്രിക്കറ്റിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വ്യക്തി താല്പര്യങ്ങൾക്കുപരി ടീമിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയുള്ളൂ എന്നും അസറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് പരുതൂരിലെ കരുവാൻപടി സെന്റർ ഹരിതാഭമാക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. ചെടികൾ വെച്ച് മനോഹരമാക്കിയും മാലിന്യ ശേഖരണത്തിന് ബിന്നുകൾ സ്ഥാപിച്ചുമൊക്കെയാണ് കരുവാൻപടി ഗ്രാമത്തിന്റെ മുഖം തന്നെ പഞ്ചായത്ത് മാറ്റിയത്. ശുചിത്വം സുന്ദരം എന്റെ പരതൂർ എന്ന പ്രചരണ പരിപാടി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗ്രാമപഞ്ചായത്ത്. വിവിധ കേന്ദ്രങ്ങളിൽ ഹരിത ടൗൺ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. മാലിന്യം കുന്നുകൂടി കിടന്നിരുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുക, മനോഹരമായ പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുക, മാലിന്യം ശേഖരിക്കുന്നതിനായി ബിന്നുകൾ സ്ഥാപിക്കുക, പ്രധാന കേന്ദ്രങ്ങൾ പൂർണ്ണമായും മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കുക തുടങ്ങിയ പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കിയ കരുവാൻപടി സെന്ററിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. വളരെ മനോഹരമായി വൃത്തിയും വെടുപ്പോടും കൂടി സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കരുവാൻപടിയും അതുപോലെ തന്നെ നാടപറമ്പും പ്രധാന ടൗണുകളായിട്ടുള്ള ഈ മേഖലകളൊക്കെ കൊടിക്കുന്ന്, പള്ളിപ്പുറം, കുളമുക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചിരുന്നു. വ്യാപാരികൾ, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് ഹരിത ടൗൺ പദ്ധതി നടപ്പിലാക്കുന്നത്. വേറിട്ട രീതിയിൽ കൃഷി ചെയ്യുകയാണ് മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ AMLP സ്കൂൾ. സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളവും ജൈവ സ്ലറിയും ഉപയോഗപ്പെടുത്തിയാണ് ഇവിടുത്തെ കൃഷി. ഈ സ്കൂൾ മുറ്റത്ത് വിളയാത്തതായി ഒന്നുമില്ല. മുരിങ്ങ, പപ്പായ, വെണ്ട, വഴുതന, മുളക്, കാബേജ്, കോളിഫ്ലവർ, തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയാൽ സമൃദ്ധമാണ് വിദ്യാർത്ഥികളുടെ ഈ പച്ചക്കറിത്തോട്ടം. സ്കൂളിലെ വയൽക്കിളി ഹരിത ക്ലബിന്റെ ശ്രമഫലമായാണ് ഇക്കാണുന്ന പച്ചക്കറിത്തോട്ടം യാഥാർത്ഥ്യമായത്. വിളകൾക്കെല്ലാം ജൈവവളവും ജൈവ കീടനാശിനിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കോഴിമുട്ടയുടെ തോട് ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് പച്ചക്കറികൾക്ക് വളമാക്കുന്നുണ്ട്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായാണ് പച്ചക്കറികൾ ഉപയോഗിക്കുക. 2 നേരവും നനയ്ക്കുന്നതും വളപ്രയോഗം നടത്തുന്നതും കുട്ടികൾ തന്നെയാണ്. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഹെഡ്മാസ്റ്റർ അടക്കമുള്ളവർ കൂടെയുണ്ട്.
ഇവിടുത്തെ പച്ചക്കറി ഞങ്ങൾ സാധാരണയായിട്ട് നമ്മൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മളെ സ്കൂളിൽ പഠനോത്സവമാണ്. പഠനോത്സവത്തിനോടനുബന്ധിച്ച് നമ്മളൊരു കുട്ടിച്ചന്ത സംഘടിപ്പിച്ചു. അതിൽ ഈ സ്കൂളിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുരിങ്ങത്തൈ ഏകദേശം 100ഓളം മുരിങ്ങത്തൈ ഞങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ 200 പച്ചമുളക്, വഴുതന, അതുപോലെ തക്കാളി ഇവയെല്ലാം നമ്മൾ വിതരണം ചെയ്തു. മുരിങ്ങ ഏറ്റവും ഹൈലൈറ്റ് ആയത് മുരിങ്ങയായിരുന്നു. മുരിങ്ങ നമുക്ക് സ്കൂളിലേക്ക് എത്ര എടുത്തിട്ടും കഴിയുന്നില്ല. ബാക്കിയുള്ള മുരിങ്ങ ഇന്ന് ഞങ്ങൾ പൊതുജനങ്ങൾക്കായി വിൽപ്പന നടത്തി. നെൽകൃഷി, കോഴിക്കൃഷി, കൂൺ കൃഷി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞു ഇവർ. സ്കൂൾ മുറ്റത്ത് പന്തലിച്ച കംബോഡിയൻ മുന്തിരിവള്ളി കായ്ക്കുന്നതും കാത്തിരിക്കുകയാണ് ഇവിടത്തെ കുട്ടികൾ. ന്യൂസ് 18 മലപ്പുറം. കോടികൾ മുടക്കി നിർമ്മിച്ച എറണാകുളം മാർക്കറ്റിൽ കച്ചവടം കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ. സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ മാർക്കറ്റിലുള്ളതെന്ന് അവർ പറയുന്നു. ബില്ല് അടയ്ക്കാത്തത് മൂലം മാർക്കറ്റിലെ വൈദ്യുതി വിച്ഛേദിച്ചതും കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. എറണാകുളം മാർക്കറ്റ് കെട്ടിലും മട്ടിലും ആളുകളെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ അതിനകത്തേക്ക് ആളുകൾ എത്തുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. പണ്ട് പരാധീനതകൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും കച്ചവടം നന്നായി നടന്നു. മാർക്കറ്റ് പുതുതായി നിർമ്മിച്ചപ്പോൾ അതിന് ഓപ്പൺ മാർക്കറ്റിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന പലരും മാർക്കറ്റിന് പുറത്ത് വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി പോകുകയാണ്. ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കച്ചവടം ഇവിടെ കിട്ടിയിട്ടില്ല. പഴയ വന്ന ആളുകൾ പോലും ഈ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. എല്ലാ കച്ചവടക്കാരും വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഫോണിലുള്ള ഓർഡറുള്ള കച്ചവടങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഒരു കച്ചവടമില്ല. എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോണത്. വലിയ ഒരു ഹോളുമാര് പണിത് വലിയ മാള് പോലെയൊക്കെ പണിതിട്ടുണ്ട് എന്നല്ലാണ്ട് ഞങ്ങൾക്കൊരു അടച്ചുറപ്പില്ല. ഇവിടുന്ന് സാധനങ്ങൾ കളപോണ്, കച്ചവടങ്ങളില്ല, എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പഴയ പോലെ കച്ചവടം ലഭിക്കാത്തതിനാൽ പലരും പ്രതിസന്ധി നേരിടുകയാണ്. അനുയോജ്യമായ സ്ഥലത്തേക്ക് കടമുറി മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ട് മേയർക്കടക്കം പലരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ വൈദ്യുത ബില്ല് അടക്കുന്നതിൽ കൊച്ചിൻ കോർപ്പറേഷനിലുണ്ടായ ആശയക്കുഴപ്പം മൂലം അടുത്തയിടെ എറണാകുളം മാർക്കറ്റിലെ വൈദ്യുതി വിച്ഛേദിച്ചതും വാർത്തയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് 1 മാസം തികയുകയാണ്. വിവാദങ്ങളും അധിക്ഷേപ പരാമർശവും പോലീസ് ഇടപെടലും ഒക്കെ വന്നതോടെ സമരത്തിന് വൻ ജനപിന്തുണ ലഭിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. പക്ഷേ മാസം 1 കഴിഞ്ഞിട്ടും സർക്കാർ ഇടപെടൽ വൈകുന്ന പശ്ചാത്തലത്തിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശമാരുടെ സമരം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 10 തുടങ്ങിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം വെയിലും മഴയുമേറ്റ് 30ാം നാളിൽ എത്തി നിൽക്കുമ്പോഴും സമരവീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്നതിന് കടന്നുപോയ രാപ്പകലുകൾ തന്നെ സാക്ഷി. പിന്തുണയില്ലാതെ തുടങ്ങിയ പോരാട്ടം. ഇതിനിടയിൽ ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കൈമലർത്തൽ, CITU ഉൾപ്പെടെയുള്ള ഇടത് അനുകൂല സംഘടനകളുടെ രൂക്ഷ വിമർശനം, ബദൽ സമരമുഖങ്ങൾ. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാൻ തയ്യാറാകാതിരുന്നതോടെ സമരപ്പന്തലിലേക്ക് ജനപിന്തുണ ഒഴുകിയെത്തി. ഐക്യദാർഢ്യവുമായി കോൺഗ്രസും BJPയും കൂടി എത്തിയതോടെ ആശമാരുടെ സമരത്തിന്റെ ചൂട് കേരളം കണ്ടു. നിയമസഭയിലും പിന്നാലെ പാർലമെന്റിലും വരെ ആശമാരുടെ സമരമെത്തി. 2ാം ഘട്ട സമരമുഖം തുറക്കുമ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനോടും വകുപ്പിനോടും ആശമാർക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ സർക്കാർ ഈ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഈ സമരസമിതിയെ വിളിച്ച് ചർച്ച ചെയ്യുവാനോ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഉയർന്ന സമര രീതികളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ മാസം 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ആശാപ്രവർത്തകരെയും എത്തിക്കാനാണ് നീക്കം. വിവിധ സംഘടനകളുടെ പിന്തുണയും ആശാ വർക്കർമാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങളുടെ വികസനത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിന് പിന്നാലെ ഔദ്യോഗിക കമ്മീഷനിങ്ങും വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് സൂചന. 2028ഓടെ അടുത്ത 2 ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കായി 77 ഹെക്ടർ വിസ്തൃതിയിലായിരിക്കും ഭൂമി ഏറ്റെടുക്കുക. തുറമുഖ വിപുലീകരണം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ വിരാമം.
മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുകൂല ഉത്തരവ് സംസ്ഥാന തുറമുഖ വകുപ്പിന് ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീയതി ലഭിച്ചാലുടൻ ഔദ്യോഗിക കമ്മീഷനിംഗ് നടക്കും. 2-3 ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും. പുലിമുട്ടിന്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിനൊപ്പം 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകളും 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകളും ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ ശേഷിയും ഏറും. 3 വർഷത്തിനകം ഈ വിപുലീകരണ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയിലൂടെ സർക്കാരിന് പ്രതീക്ഷിച്ചതിലും നേരത്തെ വരുമാനം ഉറപ്പുവരുത്താനാകുമെന്നാണ് വിലയിരുത്തൽ. തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറാണ്. ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇത് പ്രതിവർഷം 45 ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത ഘട്ടങ്ങളുടെ വികസനം പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി 10,000 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴ നഗരസഭയിൽ ചില തന്ത്രങ്ങൾ മെനയുകയാണ് UDF. വീണ്ടും ഭരണത്തിലെത്താനുള്ള പദ്ധതിയാണ്. നിലവിലെ LDF പ്രതിനിധിയായ ചെയർപേഴ്സണെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി ഭരണം തിരിച്ചുപിടിക്കാനാണ് UDFന്റെ ശ്രമം. ചെയർപേഴ്സൺ സ്ഥാനമേറ്റിട്ട് 6 മാസം കഴിഞ്ഞിട്ടും നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. എല്ലാം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് UDFന്റെ ആരോപണം. തൊടുപുഴ നഗരസഭയിൽ ഭരണത്തിലെത്താനുള്ള UDF നീക്കങ്ങൾ 2 തവണ പാളിപ്പോയിരുന്നു. ഇത്തവണ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ അവസാന നിമിഷത്തിൽ നീക്കം അട്ടിമറിച്ച മുസ്ലിം ലീഗ് ഇത്തവണ ഒന്നിച്ചു നിൽക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. BJP അംഗങ്ങളും അവിശ്വാസത്തെ അനുകൂലിക്കുമെന്നാണ് കരുതുന്നത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്ന ശ്രീ സബീന ബിഞ്ചു കഴിഞ്ഞ 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 6 മാസക്കാലത്തിനിടയിൽ നഗരസഭയുടെ പ്രവർത്തനം സ്തംഭിച്ച ഒരവസ്ഥയിലാണ് പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷമുണ്ടായിട്ടും കോൺഗ്രസ് വിമതനായി മത്സരിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്ര JC ജോണിയെയും ഒപ്പം ചേർത്ത് LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് ചെയർമാനായ സനീഷ് ജോർജ് 3 വർഷങ്ങൾക്ക് ശേഷം രാജിവെച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗ് തർക്കം മൂലം ചെയർമാൻ സ്ഥാനം UDFന് വീണ്ടും നഷ്ടമായി. ഇത്തവണ അവിശ്വാസം പരാജയപ്പെട്ടാൽ അത് നഗരസഭയിലെ UDF നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരിയിൽ അനധികൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. എടയൂരിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ആക്ഷൻ കൗൺസിൽ ഉപരോധിച്ചു. സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിലാണ് സമരം അവസാനിച്ചത്. എടയൂർ അത്തിപ്പറ്റ പഴയചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയാണ് പ്രതിഷേധം. പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവൃത്തി കാരണം പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ്. രൂക്ഷമായ ദുർഗന്ധവുമുണ്ട്. ഇതിനെതിരായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും സമരം നടത്തി വരികയുമാണ്. കഴിഞ്ഞ മാസം ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മെഡിക്കൽ ഓഫീസറുടെയും അതുമാത്രവുമല്ല ഈ സ്ഥാപന ഉടമകൾ തന്നെ സമ്മതിച്ച കാര്യമുണ്ട്. അതിൻ്റെ പുറമെ മലപ്പുറത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിലും ഇത് ഉന്നയിക്കപ്പെടുകയും അത് ശരിയാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനാനുമതി റദ്ദ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഉപരോധത്തിന്റെ ഭാഗമായി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായി നിർത്തിവെച്ചത്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് ആനക്കരയിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യം തള്ളുന്നത് വ്യാപകമായിട്ടും ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനോ ഈ മാലിന്യം തള്ളുന്നത് തടയാനോ കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം. മേലേഴിയം പാടശേഖരത്ത് ഇത് 2ാം തവണയാണ് മാലിന്യം തള്ളുന്നത്. രാത്രികാലത്താണ് പാടശേഖരത്ത് മാലിന്യം ഒഴുക്കുക. തൃത്താല മേഖലകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നു എന്ന പരാതിയും വ്യാപകമാണ്. പുഴയിലും പാടശേഖരങ്ങളിലും പതിവായി മാലിന്യം തള്ളുന്ന സംഘങ്ങളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി. ഈ റോഡ് സൈഡിൽ, അതായത് പള്ളിപ്പടി ചാരി റോഡിന് ഈ സൈഡിലും തട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ
ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് യൂണിഷെഡ് വഴിക്ക് ഞങ്ങൾ പോകണ AWS കോളേജിൻ്റെ അവിടെ ആ സൈഡിലൊക്കെ കൂടുതൽ മാലിന്യങ്ങൾ നല്ല പറ്റുന്നുണ്ട്. ഭാരതപ്പുഴയോരത്ത് കാറ്റാടിക്കടവിൽ ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു. ഇവിടെ സ്ഥിരമായി മലിനജലം ഒഴുക്കിവിടുന്നുണ്ടെന്നാണ് പരാതി. ആളൊഴിഞ്ഞ പ്രദേശമായതിനാലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് അവസരം നൽകുന്നു. ഒരു വൈകുന്നേരം 12-10-15 ശേഷം കൊടും തട്ടുന്നതാണ് സാധനങ്ങളാണ്. 2 വർഷമാണ് ഇതേമാതിരി തന്നെ പുഴയുടെ ആ സൈഡിൽ ഇതേ പറ്റും സാധനം. ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ തൃത്താല പോലീസും ജനപ്രതിനിധികളും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വർക്കല ആലിയിറക്കം ബീച്ചിന് സമീപം പുറമ്പോക്ക് ഭൂമി കയ്യേറിയതായി പരാതി. കയ്യേറിയ ഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയെന്ന ആരോപണവുമുണ്ട്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. വിനോദസഞ്ചാര മേഖലയായ ചിലക്കൂർ ആലയിറക്കം ബീച്ചിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് കയ്യേറ്റം. കഴിഞ്ഞ ദിവസം ഇവിടെ ഭൂമി മണ്ണിട്ട് നികത്തിയിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. കയ്യേറ്റത്തിൽ നടപടി ആവശ്യപ്പെട്ട് നഗരസഭ BJP കൗൺസിലർ അഡ്വക്കേറ്റ് R. അനിൽകുമാർ തഹസിൽദാർക്ക് പരാതി നൽകി. വള്ളക്കടവിനെയും ഏണിക്കൽ ബീച്ചിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു റോഡ് സാധ്യതയുള്ള സ്ഥലമാണ്. അതെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ ഈ സ്വകാര്യ വ്യക്തി റിസോർട്ട് പണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കുറച്ചിപ്പുറത്ത് തന്നെ ആ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിട്ട് നികത്തുന്നതിനുള്ള ശ്രമം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു നിഗൂഢത നമുക്ക് മനസ്സിലാകുന്നത് ഈ വഴി ഒരിക്കലും വരാൻ പാടില്ലെന്നും ഇവിടെ ടൂറിസത്തിന് ഒരു സാധ്യത മങ്ങിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി കൊണ്ട് ഈ മണ്ണിട്ട് നികത്തി ഈ വ്യക്തി ചെയ്തതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. തീരദേശ മേഖലയായ വള്ളക്കടവിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറി അനധികൃതമായി നിർമ്മിച്ച സ്വകാര്യ റിസോർട്ട് പൊളിച്ചുമാറ്റി നിയമ നടപടികൾ തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് മേഖലയിൽ വീണ്ടും റിസോർട്ട് മാഫിയ ഭൂമി കയ്യേറിയത്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള പ്രദേശം കൂടിയാണ് ഇവിടം. TS കനാൽ കടന്നുപോകുന്ന വള്ളക്കടവ് ഭാഗത്തു നിന്നും ഏണിക്കൽ ബീച്ചിലേക്ക് എളുപ്പത്തിലെത്താനുള്ള ഗതാഗത മാർഗം ഉണ്ടാകേണ്ട സ്ഥലത്താണ് കയ്യേറ്റം. കടലിലേക്ക് ഒഴുകിയെത്തുന്ന നീർച്ചാലുകൾ നികത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP വ്യക്തമാക്കി. ന്യൂസ് 18 വർക്കല. ഇടുക്കിയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഉപ്പുതറ കൽത്തൊട്ടി സ്വദേശികളായ ജോസഫ് റോയി, പൂപ്പാറ സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്. ജില്ലയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 14 കേസുകളും രജിസ്റ്റർ ചെയ്തു. അനധികൃത പാറമടകളിലേക്കാണ് ഇവ എത്തിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇടുക്കിയിൽ മതിയായ രേഖകളില്ലാതെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലി, ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയ മുഹമ്മദ് ഫാസിൽ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ 3 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഷിബിലിയുടെ ജീപ്പിൽ നിന്ന് 300 ഡിറ്റനേറ്ററുകളും 200 ജെലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തത്. ഈരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ 8701 ഡിറ്റനേറ്ററുകളും 2604 ജിലാറ്റിൻ സ്റ്റിക്കുകളും അടക്കം വൻ ശേഖരം പിടികൂടിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ജില്ലയിൽ 15 ഇടങ്ങളോളം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിപുലമായ അന്വേഷണം നടന്നു വരികയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധനയും നടത്തി. 14 കേസുകളും രജിസ്റ്റർ ചെയ്തു. ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, റിസോർട്ടുകൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ലഹരി മാഫിയയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഡി ഹണ്ട് ഓപ്പറേഷനിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടിയാണ് ലഹരി മരുന്ന് മാഫിയക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇന്നലെയും ശക്തമായ റെയ്ഡുകൾ പലയിടത്തും ജില്ലയിൽ ഒട്ടാകെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. 15ഓളം കേസുകൾ നമ്മൾ ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ശക്തമായ നടപടികൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാർ, SHOമാർ, കെനൈൻ സ്ക്വാഡ്, ലഹരി വിരുദ്ധ സാൻഡാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത് 6 പേരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. പാതിവില തട്ടിപ്പിനെതിരായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമമെന്ന് ആരോപണം. പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകുന്നവരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതായി സമരസമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ പറഞ്ഞു. സമരത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും തട്ടിപ്പിൽ പങ്കുള്ള നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുമാണ് ശ്രമം. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും ബേസിൽ പറഞ്ഞു. എന്നാൽ അതിനുശേഷം തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഗാന്ധി സ്ക്വയറിൽ നടന്ന മീറ്റിംഗിന് ശേഷവും തുടർച്ചയായി
എന്നെ വ്യക്തിപരമായി എനിക്കെതിരായിട്ട് സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്നാൽ അതിനെല്ലാം ഉപരി രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായ വിഷയങ്ങളെ പറ്റി ഒന്നും ചർച്ച ചെയ്യാതെ തികച്ചും വ്യക്തിപരമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. കോതമംഗലം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. നേര്യമംഗലത്ത് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് നെല്ലിമറ്റത്ത് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജീന്ദ്രൻ. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ് ഇന്ന് നടക്കും. പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സജിത ബേഗം എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വീട്ടിൽ തെളിവെടുപ്പിനെത്തിക്കും. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. കാസർഗോഡ് പൈവളികയിൽ 15-കാരിയെയും അയൽവാസിയായ 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കേസ് ഡയറിയുമായി ഹാജരാകാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MB സ്നേഹലത എന്നിവർ നിർദ്ദേശം നൽകിയിരുന്നു. ആത്മഹത്യ തന്നെയാണെന്നും മൃതദേഹങ്ങൾക്ക് 3 ആഴ്ച പഴക്കമുണ്ട് എന്നതുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം ലഭിക്കും. ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പ്രദേശത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാട് പിടിച്ചു കിടന്ന 2 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയിറക്കി കോതമംഗലം സ്വദേശികൾ. വേനൽക്കാല വിപണി ലക്ഷ്യം വെച്ചാണ് കൃഷിയിറക്കിയത്. കാർഷിക മേഖലയിൽ നവാഗതരായ ജോഷി, CD, മാത്യു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. മലയൻകീഴിന് സമീപം 2 ഏക്കർ പാടത്താണ് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കിരൺ തണ്ണിമത്തൻ കൃഷി ചെയ്തത്. മറ്റ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ജോഷിയും മാത്യുവും ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിക്കുന്നത്. ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത്. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ ജോലികളും ഇവർ തന്നെയാണ് ചെയ്തത്. സമീപകാലത്താണ് ഞങ്ങൾ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഈ പാടത്ത് ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതായത് കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ തരക്കേടില്ലാത്ത വിളവ് ഞങ്ങൾക്ക് ലഭിച്ചു. കോതമംഗലം മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ ഒരു സ്റ്റാൾ വഴി ഞങ്ങളുടെ ഈ തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ്. മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് തണ്ണിമത്തനുകൾ വിറ്റഴിക്കുന്നത്. നല്ല രുചിയും നിറവുമുള്ള വിഷരഹിത തണ്ണിമത്തനുകൾ വാങ്ങാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. കൃഷിയുമായി മുന്നോട്ട് പോവാനാണ് ഇരുവരുടെയും തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.